ഹായ് മുത്തുമണികളെ. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 40 കഴിഞ്ഞ സ്ത്രീകളിൽ സൗന്ദര്യം വർദ്ധിക്കാൻ എന്താണ് കാരണം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ എല്ലാവർക്കും AK വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം AK. ഒരു സ്ത്രീയെ സുന്ദരിയാക്കുന്നത് അല്ലെങ്കിൽ ചെറുപ്പമാക്കുന്നത് പ്രായം മാത്രമല്ല, അവൾ കടന്നു വരുന്ന ജീവിത സാഹചര്യങ്ങൾ കൂടിയാണ്. അതിന് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു കളിമൺ പാത്രം ഉണ്ടാക്കുന്നു. ആ കളിമൺ പാത്രം ഉണ്ടാക്കാൻ ഒത്തിരി പ്രോസസ്സിലൂടെ അത് കടന്നു പോകുന്നുണ്ട് അല്ലേ? ഒത്തിരി പ്രക്രിയയിലൂടെ അത് കടന്നു പോകുന്നുണ്ട്. എന്തൊക്കെയാണ്? ആദ്യം ആ മണ്ണ് കുഴക്കുന്നു, അതിനെ ചതച്ചെടുക്കും. മണ്ണ് കുഴച്ച് നന്നായി ചതച്ചെടുക്കും. അതിനുശേഷം നമ്മൾ അതിനെ ഓരോ രൂപത്തിലേക്ക് ആക്കിയെടുക്കും. അതിന് ശേഷമാണ് അതിനെ കനലിൽ ചുട്ടെടുക്കുന്നത് അല്ലേ? കളിമൺ പാത്രം ചുട്ടെടുക്കുമ്പോഴാണ്, തീയിൽ ചുട്ടെടുക്കുമ്പോഴാണ് ആ പാത്രത്തിന് അത്രയും ദൃഢതയും ഉറപ്പും ആ പാത്രത്തിന് ഭംഗിയും കൂടി വരുന്നത് അല്ലേ? അതേപോലെയാണ് ഓരോ ജീവിതവും. ഓരോ സ്ത്രീയും അങ്ങനെയുള്ള ജീവിതങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒത്തിരി കുറ്റപ്പെടുത്തലുകൾ, ഒത്തിരി അപമാനങ്ങൾ, ഒത്തിരി ഒറ്റപ്പെടുത്തലുകൾ, കുടുംബ ബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ, അതിലൂടെയെല്ലാം അവളുടെ സ്വഭാവം അവളുടെ മൈൻഡിൽ മോൾഡ് ചെയ്യപ്പെടുകയാണ് ഇങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻസിൽ കൂടി പോകുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള മാനസിക പിരിമുറുക്കങ്ങളിലൂടെ അവൾ പോകുമ്പോഴാണ് ഒത്തിരി മാറ്റങ്ങൾ വരുന്നത് അവളുടെ ജീവിതത്തിൽ. ആ മാറ്റങ്ങളാണ് ഈ 35-40 വയസ്സിലെത്തുമ്പോഴേക്കും അവർക്ക് ആത്മവിശ്വാസവും സെൽഫ് കോൺഫിഡൻസും ഒക്കെ കൊണ്ടു കൊടുക്കുന്നത്. ജീവിത സാഹചര്യങ്ങളിലൂടെ അവൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അവൾക്ക് 40 വയസ്സിനോടടുക്കുമ്പോഴാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. പല കാര്യങ്ങളും അവൾ തിരിച്ചറിയുന്നത് 35-40 വയസ്സടുക്കുമ്പോഴാണ്. അപ്പോഴാണ് അവളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ പല സ്ത്രീകളും വളരെ ചെറുപ്പത്തിൽ തീക്ഷ്ണമായ ജീവിത അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ അവരൊരു 35 വയസ്സിനോടടുക്കുമ്പോഴേക്കും അവർ ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങും. ഓരോ കാര്യത്തിനെപ്പറ്റി തിരിച്ചറിയാൻ തുടങ്ങും. ജീവിതം എത്ര തളർത്തിയാലും വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും എന്നുള്ള മാനസിക ശക്തി അതവരിൽ സ്ട്രെസ്സ് കൈകാര്യം ചെയ്യാനുള്ള കഴിവും സെൽഫ് അവെയർനെസ്സും ഉണ്ടാക്കിയെടുക്കും. ഈ ഒരു ഘട്ടത്തിന് ശേഷം സ്ത്രീകളിൽ നമ്മൾ ഇനി തകർന്നു വീണാലും നമ്മൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റും എന്നുള്ള ചിന്ത, ആ ഒരു സ്ട്രെങ്ത്താണ് 40 കഴിഞ്ഞ സ്ത്രീകളിൽ അല്ലെങ്കിൽ 35 കഴിഞ്ഞ സ്ത്രീകളിൽ അവരുടെ കണ്ണുകളിൽ ആ ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റും. അതാണ് 40 കഴിഞ്ഞ സ്ത്രീകളിലെ സൗന്ദര്യത്തിൻ്റെ യഥാർത്ഥ കാരണം. ഈ ഒരു സ്ട്രെസ്സ് കൈകാര്യം ചെയ്യാനുള്ള കഴിവും സെൽഫ് അവെയർനെസ്സുമാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇങ്ങനെയുള്ള സ്ത്രീകൾ നമ്മുടെ ചുറ്റുമുണ്ടാവും. നമ്മളടക്കമുള്ള എല്ലാ സ്ത്രീകളും ഇങ്ങനെയുള്ള ഓരോരോ സിറ്റുവേഷൻസിൽ കൂടി കടന്നു വരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഓരോരോ സാഹചര്യം വരുമ്പോൾ അവർക്കതൊക്കെ നേരിടാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഞാൻ നേരിടും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് അവരുടെ സൗന്ദര്യത്തിൻ്റെ മെയിൻ റീസൺ. തീയിൽ ചുട്ടെടുക്കുന്ന മണ്ണാണ് ഉറപ്പുള്ള മൺപാത്രമായിട്ട് മാറുന്നത് അല്ലേ? അതുപോലെയാണ് ഓരോ സ്ത്രീയും ജീവിതത്തിലെ തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഓരോ സ്ത്രീയും നല്ല സ്ട്രോങ് ആയും സൗന്ദര്യവതിയായും മാറുന്നത്. അപ്പോൾ ഇതുപോലെ അനുഭവിക്കുന്ന സ്ത്രീകൾ, ഈ വീഡിയോ കാണുന്നവരിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇതിൽ കുറച്ചെങ്കിലും അനുഭവിക്കാത്തവരായിട്ടുണ്ടാവില്ല അല്ലേ? 40-നോടടുത്ത ഏതൊരു സ്ത്രീക്കും ഇതിൻ്റെ എല്ലാ വശങ്ങളും അനുഭവിച്ചവർ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റിൽ വന്ന് അത് എന്നെ അറിയിക്കണം. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് മാനസിക പക്വതയാണ്. നമുക്കറിയാം, ചെറിയ പ്രായത്തിൽ നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കരയും അല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും. എന്നെ പോലുള്ള ആൾക്കാരാണെങ്കിൽ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കരയും. അപ്പോൾ ചെറിയ പ്രായത്തിൽ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് കരയുമ്പോഴും നമ്മളത് ഓരോ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലായി വരുന്നതിനനുസരിച്ച് നമ്മളിലുള്ള ഈ ഒരു മാനസികമായിട്ടുള്ള ഈ ഒരു സംഭവം കുറഞ്ഞ്
നമുക്ക് മനസ്സിനൊരു സ്ട്രെങ്ത് വരാൻ തുടങ്ങും. നമ്മൾ പലപ്പോഴും ബന്ധങ്ങൾ കെട്ടുറപ്പുള്ളതാവാൻ, ബന്ധങ്ങളിൽ വിള്ളൽ വരാതിരിക്കാൻ പലരും പലതും അഡ്ജസ്റ്റ് ചെയ്യും അല്ലേ. എന്നാൽ നമ്മൾ 40നോട് അടുക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് പലതിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങും. എന്ന് വെച്ചിട്ട് ബന്ധങ്ങളെ ഒഴിവാക്കുന്നതെന്നല്ല, ബന്ധങ്ങളിൽ നമ്മൾ കാരണം എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾക്ക് അവർ കാരണം എന്തെങ്കിലും വിഷമങ്ങളോ വേദനകളോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മുമ്പേ ആണെങ്കിൽ നമ്മൾ അതൊക്കെ ക്ഷമിച്ച് പിന്നെയും അവർക്ക് പിന്നാലെ പോകും. പക്ഷേ 35-40നോട് എടുക്കുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും അതിൽ നിന്ന് വിട്ടു നിൽക്കാനും തുടങ്ങും. അങ്ങനെയുള്ള ഒരു മാനസിക ശക്തി, മെൻ്റൽ ക്ലാരിറ്റി നമുക്ക് കിട്ടും. ആ ഒരു മെൻ്റൽ ക്ലാരിറ്റി നമ്മുടെ കണ്ണുകളിലും കാണാൻ പറ്റും. അങ്ങനെയാണ് 40 കഴിഞ്ഞ സ്ത്രീകളിൽ മെൻ്റൽ ക്ലാരിറ്റിയാണ് മെയിനായിട്ട് അടുത്തതായിട്ട് വരുന്ന ഒരു റീസൺ. സൗന്ദര്യം വർദ്ധിക്കുന്നതിൻ്റെ ഒരു റീസൺ. അവർക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കാതെ നമ്മളുടെ മൈൻഡിൽ നമ്മൾക്ക് ചെയ്യേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ആ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി, ആ ഒരു മെൻ്റൽ ക്ലാരിറ്റി, അതുകൂടി നമ്മളുടെ 40 കഴിഞ്ഞ സ്ത്രീകളിലെ സൗന്ദര്യത്തിന് കാരണമാണ്. അടുത്തതായി പറയാൻ പോകുന്നത് സ്ട്രെസ്സ് കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവാണ്. 40 കഴിഞ്ഞ സ്ത്രീകൾ അല്ലെങ്കിൽ 35 കഴിഞ്ഞ സ്ത്രീകളിൽ സ്ട്രെസ്സ് കൈകാര്യം ചെയ്യാൻ നല്ല മിടുക്കുള്ളവരായിരിക്കും അധികം സ്ത്രീകളും. അതായത് മറ്റുള്ളവർ കാണുമ്പോൾ അവരെന്നും പുഞ്ചിരിച്ച് കാണും. മറ്റുള്ളവരുടെ മുന്നിൽ എന്നും അവർ ചിരിച്ച് കളിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നടക്കുന്ന ഒരു ആളായിരിക്കാം. അവരുടെ സ്ട്രെസ് ഒരിക്കലും അവർ മറ്റുള്ളവരെ അറിയിക്കില്ല. മറ്റുള്ളവരെ മുന്നിൽ നന്നായി അണിഞ്ഞൊരുങ്ങി നല്ല സന്തോഷത്തോടെ നിൽക്കുന്ന ഒട്ടുമിക്ക സ്ത്രീകളുടെ ഉള്ളിലും ഒരു വലിയ കനലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളാണ് സ്ട്രെസ്സ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവരെന്ന് പറയുന്നത്. അവർ ചിലപ്പോൾ ഒത്തിരി വിഷമങ്ങൾക്ക് ഇടയിലായിരിക്കും അവർ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പക്ഷേ നമ്മൾ കാണുമ്പോൾ അവർ മറ്റുള്ളവർ വേദനിക്കരുത്, നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കണം, ഒരാളെങ്കിലും ചിരിച്ച് കാണണം എന്ന് വിചാരിച്ച് അവർ മാക്സിമം അവരെ സന്തോഷിപ്പിക്കാൻ നോക്കും. അവർ എന്ന് പറയുന്നത് ലൈഫിൽ അവർ വിജയിക്കാൻ പോകുന്നതിൻ്റെ തുടക്കമാണ്. അങ്ങനെയുള്ളവരിലും നമുക്ക് സൗന്ദര്യം കണ്ടെത്താൻ പറ്റും. അവരുടെ മനസ്സിൽ നല്ല അവരുടെ കണ്ണുകളിലുള്ള നെക്സ്റ്റ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസമുള്ള സ്ത്രീകളിൽ അവരുടെ മനസ്സ് മാത്രമല്ല, മുഖം മാത്രമല്ല, അവരുടെ വയസ്സ് വരെ കുറഞ്ഞ് കാണിക്കും. അതായത് 40 വയസ്സുള്ള സ്ത്രീകളെ കണ്ട ഒരു 10, 30, 35 വയസ്സ് വരെ തോന്നിക്കുന്നത് അവരുടെ ആത്മവിശ്വാസമാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല, നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ധൈര്യമാണ് അവർക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി. അത് തന്നെയാണ് അവരുടെ ബലവും, അത് തന്നെയാണ് അവരെ പ്രായം കുറഞ്ഞതായി തോന്നാനുള്ള കാരണവും. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ സംഭവങ്ങളൊന്നും നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതോ പാർലറിൽ പോയി ചെയ്യാൻ പറ്റുന്നതോ അല്ല. ഇതിൻ്റെ കൂടെ സ്വയം സംരക്ഷണം എന്ന രീതിയിൽ വീട്ടിൽ ചെയ്യാവുന്ന പൊടിക്കൈകൾ ചെയ്തുകൊണ്ടും സ്ത്രീകൾ മുന്നോട്ട് പോകും. അതായത് സ്ത്രീകൾ അതുവരെ മറ്റുള്ളവരുടെ ആരോഗ്യത്തിലും മറ്റുള്ളവരുടെ ശരീരത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധിച്ചിരുന്ന സ്ത്രീകൾ ഈ 40നോടടുക്കുമ്പോൾ അവരവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും, അതായത് മുടി സംരക്ഷണം, ചെറുതായിട്ട് മുടിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് വെച്ചിട്ട് ചെയ്യുന്നതും, അവരുടെ സൗന്ദര്യത്തിന് വേണ്ടി വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാകുന്ന കൊച്ചു സംഭവങ്ങൾ ഉപയോഗിച്ച്, ഒന്നുമില്ലെങ്കിൽ വെള്ളരിക്ക അരിഞ്ഞ വെള്ളരിക്കേൻ്റെ അതിൻ്റെ ഉള്ളിലത്തെ അല്ലിയില്ലേ, അത് ജസ്റ്റ് കളയുന്നതിന് പകരം അവർ ജസ്റ്റ് മുഖത്തൊന്ന് സ്ക്രബ് ചെയ്യുന്നത്. തക്കാളി ഉണ്ടെങ്കിൽ ആ തക്കാളി ജസ്റ്റ് കറിക്ക് അരിഞ്ഞതിൻ്റെ ബാക്കി തക്കാളി, ഇതൊക്കെയായിരിക്കും അവർ ചെയ്യുന്നത്. അത്രമാത്രമേ അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിച്ച് സ്കിൻ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതിനേക്കാളും എഫക്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകളിലുള്ള സൗന്ദര്യത്തിന്. അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. എല്ലാവരുടെയും വിചാരം ബ്യൂട്ടി പാർലറിൽ പോയി നല്ല പ്രോഡക്റ്റുകൾ ഇട്ട് വില കൊടുത്ത് ഒരുപാട് ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന ബ്യൂട്ടി പ്രോഡക്ട്സുകൾക്ക് നിലനിർത്താൻ പറ്റൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ സൗന്ദര്യം നിലനിർത്താൻ പറ്റും. പിന്നെ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കും. ഈ ധാരാളം വെള്ളം കുടിക്കുന്നതും നന്നായി ഉറങ്ങുന്നതും ഇതൊക്കെയാണ് അവർ സ്വയം അവരുടെ ഇതിനു വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. സെൽഫ് റെസ്പെക്റ്റ് ആദ്യം, അതാണ് നമ്മൾക്ക് വേണ്ടത്. സെൽഫ് റെസ്പെക്റ്റ് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ
എന്തെങ്കിലും ചെയ്യുക, നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കെയർ ചെയ്യുക, നമ്മളെ തന്നെ നമ്മൾ കെയർ ചെയ്യുക. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കെയർ പോലെ തന്നെ നമ്മൾ നമ്മളെ ശരീരത്തിനും മനസ്സിനും കെയർ ചെയ്യുക. ഇതാണ് മെയിനായിട്ടുള്ള റീസൺ. ഇതൊക്കെയാണ് ഒരു സ്ത്രീ 40 അടുക്കുമ്പോഴാണ് ഇതൊക്കെ തിരിച്ചറിയുന്നതും ഇതിലേക്കൊക്കെ കടക്കുന്നതും. അപ്പോഴാണ് ഈ സ്ത്രീ സുന്ദരിയാകുന്നത്. അല്ലാണ്ടൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടോ അല്ല കുറേ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉപയോഗിച്ചതുകൊണ്ടോ ഒരിക്കലും ഒരു സൗന്ദര്യവും ആർക്കും വരാൻ പോകുന്നില്ല. അതെന്ന് പറഞ്ഞാൽ നമ്മളെ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, ഇതൊക്കെയാണ് 40 കഴിഞ്ഞ സ്ത്രീകൾ അല്ലെങ്കിൽ 35 കഴിഞ്ഞ സ്ത്രീകൾ അവരുടെ ഫീലിങ്സ് തുറന്ന് പ്രകടിപ്പിക്കാൻ തുടങ്ങും. അതായത് ചിരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് അവർ ചിരിക്കുക തന്നെ ചെയ്യും, അത് മൂടി വെക്കൂല. അതേപോലെ സന്തോഷം വരുമ്പോൾ സന്തോഷവും അവർ പ്രകടിപ്പിക്കും. കൂടാതെ അവർക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയുകയും ചെയ്യും. ഇതൊക്കെ അവരുടെ ആത്മവിശ്വാസത്തിൻ്റെയും സെൽഫ് റെസ്പെക്റ്റിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കുക. ഞാൻ എനിക്ക് വേണ്ടിയും ജീവിക്കാൻ തുടങ്ങുകയാണ്, ഞാൻ ഇന്ന് മുതൽ എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുകയാണ് എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. സ്വയം സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.